ഈശോമിശിഹായിലെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ദിവസം ഈശോയുടെ തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം അല്പമൊന്നും നമുക്ക് ചിന്തിക്കാം. ഇതിനായിട്ട് ഞാൻ നിങ്ങളെ 1750 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, തിരുസഭയിൽ ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ അതിലെ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് കുറച്ചേ ഉള്ളൂ. അതിലൊന്നാണ് ഇറ്റലിയിലെ ലാഞ്ചിയാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. 1750 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ. ഒരു വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തമായിട്ട് മാറി. ഇന്നും ഇറ്റലിയിലെ ലാഞ്ചിയാനോയിൽ ആ ദിവ്യകാരുണ്യ അത്ഭുതം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിൽ തിരുസഭ അത് പരീക്ഷണത്തിനായിട്ട് വിട്ടുകൊടുത്തു. ലയോണി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആ പരീക്ഷണം നടത്തിയത്. അദ്ദേഹം തൻ്റെ പരീക്ഷണത്തിൻ്റെ റിപ്പോർട്ട് തിരുസഭയ്ക്ക് സമർപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം പ്രകാരമാണ്: നിങ്ങൾ എനിക്ക് പരീക്ഷണത്തിനായിട്ട് നൽകിയ മാംസകഷ്ണം ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ നിന്നെടുത്ത ഹൃദയപേശികളാണ്. അത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, മനുഷ്യ ശരീരത്തിലെ ഹൃദയപേശികൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഇറച്ചി വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൽ കുറേ ഞോള എന്ന് പറയും. എൻ്റെ നാട്ടിലൊക്കെ ഞോള എന്നാണ് പറയുക. എന്ന് വെച്ചാൽ അതങ്ങനെ ഷേപ്പില്ലാതെ കിടക്കും. നമ്മൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഷേപ്പ് കിട്ടില്ല. ഇറച്ചി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കഷ്ണങ്ങളാക്കാം, പക്ഷേ ഈ ഞോള നമുക്ക് മുറിച്ചാലും അതിങ്ങനെ ഷേപ്പില്ലാതെ കിടക്കും. മനുഷ്യ ശരീരത്തിലെ ഹൃദയപേശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന് എങ്ങനെ നമ്മൾ വെച്ചാലും ഷേപ്പ് ഉണ്ടാകില്ല. ശാസ്ത്രജ്ഞൻ പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ എനിക്ക് നൽകിയത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ നിന്നെടുത്ത ഹൃദയപേശികളാണ്. വീണ്ടും രക്തം അദ്ദേഹം പരിശോധിച്ചു. ഇലക്ട്രോ അനാലിസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ഈ പരീക്ഷണം നടത്തിയത്. നമുക്കറിയാം, നമ്മുടെ ഉടുപ്പിലേക്ക്, ഡ്രസ്സിലേക്ക് ഒരിറ്റ് രക്തം വീണ് കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറ് മാറും, അതിലെ പ്രോട്ടീൻസൊക്കെ നഷ്ടപ്പെടും, അവസാനം അത് കറുപ്പ് കളറാകും. എന്നാൽ 1750 വർഷങ്ങൾ ഇപ്പുറം നിന്നിട്ടും ഈ പരീക്ഷണത്തിന് ഈ രക്തം കൊടുത്തപ്പോൾ ശാസ്ത്രജ്ഞൻ പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ എനിക്ക് നൽകിയ ഈ രക്തം അത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ നിന്നെടുത്ത രക്തമാണ്. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാം, ഞാനും നിങ്ങളൊക്കെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഒക്കെ ഓരോ വിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്നത്. ഈശോ നമുക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമല്ല തരുന്നത്, മറിച്ച് ഈശോയുടെ ഹൃദയം തന്നെയാണ് തരുന്നത്, ഈശോയുടെ രക്തം തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ലാഘവത്തോടെ അല്ലാതെ ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി, നിന്നോട് കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈശോ നിനക്ക് നൽകുന്നത് ഈശോയുടെ ഹൃദയം തന്നെ, ചങ്ക് പറിച്ച് നൽകുക. ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് ഓരോ ദിവ്യബലിയിലും പങ്കെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ ദൈവജനത്തെ സമർപ്പിക്കുന്നു. അർപ്പിക്കപ്പെടുമ്പോൾ, ആ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഈശോയെ, നിന്റെ ഹൃദയമാണല്ലോ ദിവ്യകാരുണ്യമായിട്ട് നീ ഞങ്ങൾക്ക് നൽകുന്നത്. ശരീരത്തിൻ്റെ ഒരു അവയവമല്ല. പലപ്പോഴും ബോധ്യം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളുണ്ട്. വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ ലാഘവത്തോടുകൂടി ആശ്രിതമായിട്ടൊക്കെ വിശുദ്ധ ബലിയിൽ നിന്നും സമയങ്ങളുണ്ട്. കർത്താവാരെയും മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ബലിയർപ്പണങ്ങളിൽ വലിയ ഈ ബോധ്യം, ഈശോയെ, നിൻ്റെ ഹൃദയമാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്, നിൻ്റെ ഹൃദയമാണ് നീ എനിക്ക് പകർന്നു നൽകുന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി. ഈ ഒരു വലിയ ബോധ്യത്തിൽ, ഉൾക്കാഴ്ചയിൽ ഓരോ ബലിയിലും പങ്കെടുത്ത് ആത്മീയമായി കരുത്താർജിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.